ആ കാലഘട്ടത്തിലെ പലതും പത്രത്തിൽ വായിച്ചും ഗവൺമെന്റിന്റെ പുറത്ത് നിന്നിട്ട് ഒരു സാധാരണക്കാരൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് വായിച്ചും ഒക്കെ മനസ്സിലാക്കിയതിന്റെ ഉള്ളിലെ കഥകൾ പലതും ഇതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശോക് സാർ പറഞ്ഞ പോലെ ഞാനും വായിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനകത്തുള്ള ഒന്നിനെ പറ്റിയും എനിക്ക് അഭിപ്രായമില്ല, പറയാൻ അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ഇത് വായിക്കുന്നത് മാത്രമല്ല, ഇത് ഇത്തരം പുസ്തകങ്ങളും സർക്കാരിനകത്തുള്ള രീതികൾ, നടത്തിപ്പുകൾ, കഥകൾ, ഇതൊക്കെ ഒരു 20 വർഷം കഴിഞ്ഞ് അറിയേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ തന്നെ ജനങ്ങൾ അറിയേണ്ടതാണ്. കാരണം തിരുത്തലുകൾ നടക്കുന്നതും റിയൽ ടൈമിലാണ്, അല്ലാതെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പോലെ പിന്നീട് ഏതെങ്കിലും കാലത്ത് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് 20 വർഷത്തിന് ശേഷം തെറ്റ് തിരുത്തുന്ന ഒരു രീതിയുണ്ട്. അതിനെക്കാട്ടിലും കൺകറൻ്റായിട്ട് നടത്തുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ സർക്കാരിനകത്തുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലാത്തതാണെന്നോ അതൊക്കെ ഒരു പഴഞ്ചൻ കാഴ്ചപ്പാടാണ്. നമ്മളിവിടുത്തെ ഈ കൊളോണിയൽ സിസ്റ്റമാണ് ബ്യൂറോക്രസിയെ സ്ഥാപിച്ചത്. അന്ന് സായിപ്പിന് നമ്മളെ നാട്ടുകാരുടെ പുറത്ത് നിയന്ത്രണം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത്. സായിപ്പിന്റെ നാട്ടിൽ പോയിട്ടൊന്ന് ശരിക്ക് നോക്കേണ്ടതാണ് അവിടുത്തെ സിവിൽ സർവീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ്. അവിടുത്തെ സിവിൽ സർവീസിന് ഈ പറഞ്ഞ പോലെയുള്ള യാതൊരു നിയന്ത്രണങ്ങളോ ചട്ടക്കൂടുകളോ ഒരു എന്താ പറയാ ഡ്രക്കോണിയൻ ആയിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും സത്യത്തിൽ ഇല്ല. ഉണ്ടായിരുന്നത് പോലും അവർ ഘട്ടം ഘട്ടമായിട്ട് എടുത്ത് കളയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പക്ഷെ ഇന്നും തുടരുന്നത് ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു കോളനി ഭരിക്കാൻ വേണ്ടി എങ്ങനെ ഏത് രീതിയിൽ വേണമായിരുന്നോ അത് വെച്ചിട്ടാണ്. ആ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് റിസൾട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇപ്പൊ സുരേഷ് സാറിന്റെ ഒക്കെ അനുഭവങ്ങളും ഇത് മാത്രമല്ല, അശോക് സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അകത്തുള്ള ആ ഒരു പോര്, ഒരു കാരണവശാലും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സുരേഷ് സാറിനെ അന്ന് പരമാവധി മാക്സിമം ഉപദ്രവിച്ച് ഒരു ബ്യൂറോക്രസിക്ക് അകത്തുള്ള ഒരു ഉന്നത ഓഫീസർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് പറയണമല്ലോ, എക്കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും രാഷ്ട്രീയക്കാരാണ് വലിയ പ്രശ്നക്കാരെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ ബ്യൂറോക്രസിയും രാഷ്ട്രീയക്കാരും മീഡിയയും ബിസിനസ്സും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മാഫിയ സംവിധാനം എല്ലാ നാട്ടിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ ഈ അപജയം അല്ലെങ്കിൽ നമ്മുടെ തൂണുകൾ ശോഷിക്കുന്നതിന്റെ കാരണം അന്വേഷിച്ചാൽ ഈ നെറ്റ്വർക്ക് കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ആരാണ് കൂടുതൽ ശക്തിപ്പെട്ടതെന്ന് അറിയില്ല, ആരാണ് കൂടുതൽ നിയന്ത്രിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഈ നെറ്റ്വർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. സിസ്റ്റത്തിനകത്ത് പ്രത്യേകിച്ച് ജോലി ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. അതിന്റെ പൾസ് കിട്ടും. ഒരു ഫയൽ അനങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നയപ്രഖ്യാപനം, ഒരു മാറ്റം, വ്യതിചലനം, ഇതൊക്കെ നടക്കുമ്പോൾ ഇത് മനസ്സിലാവുന്നവർക്ക് അറിയും ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഈ കാളവാല് പൊക്കുന്ന മാതിരി എന്ന് പറഞ്ഞ മാതിരി അപ്പം നമുക്ക് മനസ്സിലാവും ഇതെന്താ എങ്ങനെയാ നടക്കുന്നതെന്നും. അങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് പ്രവർത്തിച്ചിട്ട് റിസൾട്ട് കാണിച്ചിട്ടുള്ള അതേ റിസൾട്ട് കാണിക്കുകയും അതിനുശേഷം ശരിക്കും വോളണ്ടറി എടുത്തിട്ട് പുറത്തിറങ്ങുകയായിരുന്നല്ലോ. നന്നായി സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സാഹചര്യം, അതാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതും കൂടെ. ഓഫ്കോഴ്സ് പേഴ്സണൽ റീസൺസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു സിസ്റ്റം അദ്ദേഹത്തിന് കുറച്ചുകൂടെ മൂല്യം കൽപ്പിച്ചിരുന്നെങ്കിൽ പിടിച്ചു നിർത്തിയേനാണ്. അങ്ങനെയാണ് എല്ലാ നല്ല കോർപ്പറേറ്റ് ലോകത്തും ഒക്കെ കഴിവുള്ള ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി പോവുക, അല്ലെങ്കിൽ വിഷമിപ്പിച്ച് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി കിട്ടാൻ. കാരണം എന്താ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അപ്പോയിന്റിംഗ് അതോറിറ്റി പ്രസിഡന്റ് ആണ്. അപ്പോൾ നേരായ വഴിക്ക് പുറത്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഫ്രസ്ട്രേറ്റ് ചെയ്യണം, ഉപദ്രവിക്കണം, മാക്സിമം ഹരാസ് ചെയ്യണം. അപ്പോൾ ക്ഷമ കെട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകണം. ഇത് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ക്ഷമ കെട്ട് നശിച്ചു പോകാൻ ഉദ്ദേശമില്ലാത്തവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ദേ വിൽ നോട്ട് റിലന്റ്. അത് എന്താ പറയാ, അതാണ് എനിക്ക് തോന്നുന്നത് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. കാരണം ഫ്രസ്ട്രേറ്റ് ചെയ്ത് അങ്ങനെ ഇപ്പം നമ്മൾ പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ കാണുകയും ചെയ്യും, ഈ രീതിയിലൊക്കെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്നത് ശരിയും തോന്നുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനുള്ള വഴിമരുന്ന് ഇട്ട് തന്നിട്ടാണ് ഇതുപോലുള്ള സീനിയർ ഉദ്യോഗസ്ഥർ പോയിട്ടുള്ളത്. അവർ തരുന്ന ഒരു ഊർജവും അവർ തരുന്ന ഒരു അറിവും ഗൈഡൻസും ഒരു മെന്റർഷിപ്പും ഒക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇതേ മെന്റർഷിപ്പും ഇതേ ഗൈഡൻസും മറുവശത്തും കിട്ടുന്നുണ്ടുള്ളൂ എന്നതാണ് മറ്റൊരു പ്രശ്നം. കാരണം എങ്ങനെ ഈ കൂട്ടുകച്ചവടത്തിൽ ഭാഗമാവാം, എങ്ങനെ അഴിമതി നടത്താം,
എങ്ങനെ ഡീലുകൾ ഉറപ്പിക്കാം, എങ്ങനെ ഇവിടെ നിന്ന് ഫയൽ അനക്കുമ്പോൾ അവരുടെ ഈ വിശാലമായ നെറ്റ്വർക്കിലൂടെ മറ്റ് വകുപ്പുകളിലും കൂടെ കോർഡിനേറ്റ് ചെയ്യാം. ഇതൊക്കെ നടക്കുന്നതാണ്. ഇത് വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നതെന്നുള്ള, കേരളത്തിൽ തന്നെ നടക്കുന്നതാണ്. ഇത് പലതും അച്ചടിച്ച് കാണുകയില്ല. കാരണം ഭയങ്കര കൺസെൻസസ് ആണ് ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ, ഭയങ്കര കൺസെൻസസ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് മാത്രം ഒരല്പമെങ്കിലും പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ്. ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുന്ന കാലം VS ആണ് മുഖ്യമന്ത്രി. അന്ന് ഒരു ഐഡിയലിസത്തിന്റെ ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് VSനെ കാണാൻ ചെന്നതുമൊക്കെ എനിക്കിന്നും ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. ഷീല തോമസ് മാഡം തൊട്ടടുത്ത് നിൽക്കുന്നതും, ഞങ്ങൾ വന്ന്, ഞാനും അജിത് പട്ടേൽ, ഞങ്ങൾ രണ്ടുപേരുമാണ് ബാച്ച്മേറ്റ്സ്, ഞങ്ങൾ രണ്ടുപേരും കാണാൻ ചെല്ലുന്നതും മാഡം ചെവിയിൽ പറയുന്നതും ഇത് പുതിയ ബാച്ച്മേറ്റ്, ഇത് IAS ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറയുന്നതൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. അതിനുശേഷം ട്രെയിനിങ് കാലഘട്ടത്തിൽ ആ സമയത്ത് മുഴുവൻ ഈ ഒഴിപ്പിക്കലും സർക്കാർ ഭൂമി വീണ്ടെടുക്കലും ഒക്കെ നടക്കുന്ന സംഭവബഹുലമായിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഒരു ട്രെയിനിങ് കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെ കാണാനും നേരിട്ട് അനുഭവിക്കാനും ഒക്കെ സാധിച്ചാണ്. അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ജോലി ചെയ്തിരുന്നത്. ആ സ്പിരിറ്റ് വളരെ പ്രധാനമാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 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 എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ഫീൽ അല്ല. ഇറ്റ്സ് ആക്ച്വലി ഒരു സ്പിരിറ്റ്. നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ട് ഒരു നേതൃഗുണം എന്ന് പറയുന്നതും അതാണ്. നമ്മളെല്ലാം അതിൽ വിശ്വസിക്കും, ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. സർക്കാർ ഭൂമിയാണ്, അത് സാധാരണക്കാരുടെയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപകാരപ്പെടേണ്ടതാണ്. അത് കണ്ടവരുടെ കയ്യിലോട്ട് അന്യാധീനപ്പെട്ട് പോരുത്, തിരിച്ച് പിടിക്കണം എന്നുള്ളത്. ആ ഒരു സ്പിരിറ്റ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ, ആ ഒരു ഐഡിയലിസം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എനിക്കറിയില്ല. നമ്മൾ കുറെ കൂടെ മെറ്റീരിയലിസ്റ്റിക് ആയി പോയി എന്ന് തോന്നുന്നു നമ്മളെ സൊസൈറ്റി. കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മൾ ഡീൽസും ഒരു ഒരു എന്താ പറയുക, ട്രാൻസാക്ഷണൽ ബേസിസിലാണ് എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വിനയവും, നമ്മൾ അശോക് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാനുണ്ട് പലതും എന്നുള്ളൊരു തിരിച്ചറിവൊക്കെയുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മീഡിയയും എല്ലാവരും കൂടെ നല്ലവരുടെ ഒരു കൂട്ടായ്മ കൂടെ ഉണ്ടായെങ്കിൽ ആഗ്രഹിച്ചു പോകണം. കാരണം മറ്റുള്ളവരെല്ലാവരും വളരെ നന്നായിട്ട് നെറ്റ്വർക്ക്ഡ് ആണ്. അതേസമയം ശരി ചെയ്യുന്നവരും നന്മയിൽ വിശ്വസിക്കുന്നവരും അവരൊറ്റയ്ക്കാണ് മിക്കപ്പോഴും ഉണ്ടാവുക. VSനെ നോക്കുമ്പോഴും ഒറ്റയ്ക്കേ കണ്ടിട്ടുള്ളൂ. ആ ഒരു കൂട്ടായ്മ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ലത് ചെയ്യാനോ അല്ലെങ്കിൽ നന്മയിൽ വിശ്വസിക്കുന്ന, ശരി ചെയ്യണമെന്ന് വെച്ചാൽ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ധാർമ്മികമായിട്ടുള്ള ബോധമുള്ള ആൾക്കാർ, ഞാൻ എൻ്റെ വഴി ഞാൻ മിണ്ടാതെ പൊക്കോളാം എന്നല്ലാതെ, വരൂ നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഈ തെറ്റിനെ എതിർക്കാം, അല്ലെങ്കിൽ നന്മ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാം എന്ന് കുറച്ചേ കാണാറുള്ളൂ. ഒരുപക്ഷെ ഈ പുസ്തകം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു ഗുണം, ഇത് വായിച്ചിട്ട് കുറച്ച് പേരെങ്കിലും ഒരു ഇൻസ്പയർഡ് ആവട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.